പിശാചിനെ അണ്ടാദിക്കുന്നവന്റെ കൂടെ കൂടിയാൽ ഒരു സെക്കൻഡ് തീരുന്നില്ല. അത് നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ദിവസം തീരും. നമ്മൾ എന്ത് ചെയ്യണം? കക്കൂസിന് രക്ഷപ്പെടണം. ഇങ്ങോട്ട് ഒരാഴ്ച പണിയെടുക്കണം. നമ്മൾ അള്ളാഹുവിനോട് വരവേൽപ്പിക്കുന്നതോടുകൂടി നമ്മൾ ദാരിദ്ര്യമൊക്കെ മാറി നമ്മളങ്ങനെ ചിരിച്ച് അൽഹംദുലില്ലാ ഞാൻ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, വളരെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് സഹിക്കാൻ അവൻ തയ്യാറാണ്. ലവ്വാമത്തായ നഫ്സാകാൻ പാടില്ല. കുറ്റപ്പെടുത്തുന്ന മനസ്സാകാൻ പാടില്ല. അള്ളാഹു എന്നാൽ അള്ളാഹു, എല്ലാവരും ആരാധിക്കേണ്ടവനാണ്. ആര്? അള്ളാഹു. റബ്ബോ, എന്നെ സംരക്ഷിക്കും. എന്റെ ആള് അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങൾ റബ്ബല്ലേ? അള്ളാഹു നമ്മുടെ റബ്ബ. ഈ ഒരു ചിന്ത ഖൽബിനുള്ളിൽ. അതുകൊണ്ടാണ് റബ്ബുക്കും റബ്ബുക്കും വൽ അവ്വലീനല്ല, റബ്ബുക്കും റബ്ബു അബാഇക്കുമുൽ അവ്വലീൻ. നിങ്ങളുടെയും മുൻഗാമികളുടെയും റബ്ബ് എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ റബ്ബ് വീണ്ടും ആവർത്തിച്ചു. റബ്ബുക്കും റബ്ബു. ആവർത്തിക്കണ്ടല്ലോ, പക്ഷെ ആവർത്തിച്ചു. എന്തുകൊണ്ട്? റബ്ബ് എന്ന വാക്കിന് അത്ര വിലയാണ്. റബ്ബുക്കും റബ്ബു അബാഇക്കുമുൽ അവ്വലീൻ. നിങ്ങളുടെ ഈ ക്ലാസ്സിന് വരുമ്പോൾ നമുക്കൊരു ചിന്ത ഉണ്ടാവും. ഇതിന് ഉണ്ടാവേണ്ടത് എന്താ? റബ്ബിൽ രൂഢമൂലമായ അതിശക്തമായ വിശ്വാസം. അതിനകത്ത് നമ്മൾ പണിയെടുക്കേണ്ടത് പണിയെടുക്കണം. പക്ഷെ ഫതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്തവനിൽ ഫതവക്കൽ, അവനെ ഏൽപ്പിക്കണം. പിന്നെ എന്ത് സംഭവിച്ചാലും അത് ഖൈറാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി മരിച്ചു. പക്ഷേ പ്രശ്നമൊന്നുമില്ല. ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? അല്ലാഹ്. ഈ കഴിഞ്ഞ 10-15 കൊല്ലത്തിനുള്ളിൽ വായിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്ത് വായിക്കപ്പെട്ട കഥകളിലൊന്ന് ആൽക്കെമിസ്റ്റ് പൗലോ കൊയ്ലോയുടെ കഥയാണ്. ഈ ആൽക്കെമിസ്റ്റിന്റെ കഥയിൽ ഒരു നാടോടി പെണ്ണുണ്ട്, ഫാത്തിമ എന്ന പെണ്ണിന്റെ പേര്. അയാൾ തന്റെ കാമുകനോട് പറയുന്നൊരു വാക്കുണ്ട്. മരുഭൂമിയിലെ പെണ്ണ ഫാത്തിമ. കാമുകനോട് പറയുന്നൊരു വാക്ക്. ഇവളെ പരിചയപ്പെട്ടതിന് ശേഷം അയാൾ നിധി തേടി പോവുക, സാന്റിയാഗോ. അപ്പൊ ഈ സാന്റിയാഗോ നിധി തേടി പോകുമ്പോൾ ഇതിനിടയിലാണ് ഈ മരുഭൂമിയിൽ യുദ്ധമുണ്ടായപ്പോൾ ഒരു മരുപ്പച്ചയിൽ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ, അവിടെ താമസിക്കുന്ന ഒരു നാടോടി കൂട്ടത്തിൽ കൂടുകയാണ് ഈ സാന്റിയാഗോ. അതിനിടയിൽ ഫാത്തിമയെ ഒരു കിണറിന്റെ കരയിൽ വെച്ച് പരിചയപ്പെടുന്നു. പിന്നെ വിട്ടുപിരിയാൻ കഴിഞ്ഞില്ല ഇയാൾ നിധി തേടി. അപ്പോൾ ഫാത്തിമ പറയാണ്, എന്ത്, നിങ്ങൾ പോകണം, മുന്നോട്ട് പോകണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവാണെങ്കിൽ പോലും ഭർത്താവ് വിട്ടുപോകുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ ഭർത്താവ് മരുഭൂമിയിലേക്ക് ഇറങ്ങി യാത്രക്ക് പോകുമ്പോൾ ഞങ്ങൾ പിന്നിൽ നിന്ന് കണ്ണുകൊണ്ട് പിന്തുടരും, അങ്ങനെ നോക്കി നിൽക്കും. ചിലപ്പോൾ ഭർത്താവ് തിരിച്ച് ഒരേ മരുഭൂമിയിലെ പൊടിക്കാറ്റിൽ നഷ്ടപ്പെട്ടു പോകും, ചിലപ്പോൾ മരിച്ചു പോകും, ചിലപ്പോൾ യുദ്ധമുണ്ടാവും, ചിലപ്പോൾ കാട്ടുമൃഗങ്ങൾ കൊല്ലും. ഞങ്ങൾക്കത് ഭർത്താവ് തിരിച്ചു വന്നെങ്കിൽ ആഗ്രഹിക്കും, നീ ഒന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത് ഞങ്ങളുടെ രീതിയാണ്. ഇത് നേരെ പ്രകൃതിച്ചു നോക്കി, എന്തൊരു കാര്യം, അത്രയല്ലേ ഉള്ളൂ. ആയാലായി, ഇല്ലെങ്കിലില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊത്തം ലാഭമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊത്തം ലാഭം. നിങ്ങളിന്ന് ഒരു ഭക്ഷണം കഴിച്ചില്ല, രാവിലെ ചായ കുടിച്ചില്ല. നിങ്ങൾ രാവിലെ ഇന്ന് ചായ കുടിച്ചില്ല, പക്ഷെ കുടിനീരിറക്കിയപ്പോൾ ചായയാണെന്ന് സങ്കല്പിച്ചു. അപ്പൊ നിങ്ങൾക്ക് നിറയും മനസ്സ്. അതേസമയത്ത് നിങ്ങൾ പള്ളം നിറച്ച് തിന്നു. അപ്പോഴാണ് ഇവിടെ നല്ല നെയ്യപ്പും ചായയും രാവിലെ, വെള്ളിയാഴ്ച രാവിലെ റഫീഖ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തിന്നാതെ വന്നിരുന്നാൽ ഈ ക്ലാസ് കഴിയുന്നവരെ നിങ്ങളെ മനസ്സിൽ എന്ത് വരും? ഇടക്കിടക്ക് റഫീഖിനെ നോക്കും. അപ്പം നോക്കുമ്പോൾ കുറച്ച് 1/4 മണിക്കൂർ കഴിയുമ്പോൾ റഫൂക്കും ഇല്ല, ചായയില്ല, ചായക്ക് കൊടുത്ത് ഡെസ്കൂല ഒന്നും അവിടെ കാണാനില്ല. അന്നത്തെ ദിവസം മുഴുവൻ സത്യത്തിൽ 10 റുപ്യയും 20 റുപ്യൊക്കെ കിട്ടുന്ന സാധനമാണിത്. പക്ഷെ നിങ്ങൾ മനസ്സന്ന് എന്ത് പറയും? ഇന്നത്തെ രാവിലെ നഷ്ട. തീറ്റക്കുടിയനെ ഒരു കാലത്തും വയറ് നിറപ്പിക്കാൻ കഴിയൂല. തീറ്റക്കുടിയനായിക്കൊണ്ടേ പോകും. തിന്നതിനനുസരിച്ച് തീറ്റയിലുള്ള താല്പര്യം വർദ്ധിക്കുക. കുറ്റം ചെയ്യുന്നതുകൊണ്ട് വികാരം ശമിക്കുമെന്ന് വിചാരിക്കരുത്. കുറ്റം ചെയ്യുന്നത് കൊണ്ട് വികാരം ശമിക്കും എന്ന് വിചാരിക്കരുത്. തീറ്റക്കാരൻ തിന്നതിനനുസരിച്ച് താല്പര്യം കൂടെയുള്ളൂ എന്നതുപോലെ കുറ്റക്കാരന് കുറ്റം ചെയ്യുന്നതിനനുസരിച്ച് കുറ്റത്തിലുള്ള താല്പര്യം കൂടെയുള്ളൂ. പിന്നെ എന്ത് ചെയ്യണം? മനസ്സിനെ കട്ടിയാം. 96 നോമ്പ് നോക്കാൻ തീരുമാനിച്ച ഒരാൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. അയാൾ നോമ്പില്ല. ഈ കൂട്ടത്തിൽ ഒരാളുണ്ട്, അത് 96 നോമ്പ് നോക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഒന്നും ഉണങ്ങിയ നോമ്പാ. രാത്രി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചെങ്കിൽ പകൽ ഭക്ഷണം കഴിക്കും. നോമ്പല്ലേ? നമ്മളെ പോലെ എല്ലാ കാര്യങ്ങളും ഭാഗഭാക്കാവും, എല്ലാ കർമ്മം ചെയ്യില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? മനസ്സിനെ പാകപ്പെടുത്തും. ഭൗതികവാദി മനസ്സിനെ പാകപ്പെടുത്തൂല, മോമിൻ മനസ്സിനെ പാകപ്പെടുത്തും.
റബ്ബുക്കും റബ്ബു ആബായിക്കുമുൽ. ആദ്യം മനസ്സിനെ പകപ്പെട്ടു. ഈ 5 വക്ത് നിസ്കരിക്കുന്ന ഈ മനുഷ്യൻ പിന്നെ എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ സിറ്റിംഗ് അവസാനിക്കുന്നവരെ അയാൾ ചോദിച്ചു, അയാൾ നമ്മളെ ഉപദ്രവിച്ചാലോ? ആര്? ഈ ശൈത്താൻ അണ്ടാതിക്കുന്ന ആൾ എന്നെ ഉപദ്രവിക്കും. പക്ഷേ തുടക്കേയുള്ളൂ, ഒടുക്ക മതി, 4 ഒഴിവാകും. ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ കക്കൂസിന്ന് കുഴിയിൽ വീണാൽ അടുത്ത സെക്കൻഡിൽ വാസന മാറൂല. പിന്നെ കുളിക്കണം, അല്ലേ? കുളിച്ച മാറും. പിറ്റേന്ന് കുളിച്ച് തീരൂല, 3 ദിവസം കഴിഞ്ഞ് കുളിച്ച് തീരൂല, ഒരു 4-5-6 ദിവസം പിന്നെ അത് മറക്കണത് വരെ. പിന്നെ ഏതെങ്കിലും കാലത്ത് പറയേണ്ടി വന്നാൽ നമ്മൾ എന്ത് പറയും? അന്ന് ഞാൻ ആ വീണിട്ട് ഒരാഴ്ച കുളിച്ചിട്ടുണ്ട് എന്നതുപോലെയാണ് പിശാചിനെ അണ്ടാദിക്കുന്നവന്റെ കൂടെ കൂടിയാൽ ഒരു സെക്കൻഡ് തീരുന്നില്ല. അത് നമ്മൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു ദിവസം തീരും. നമ്മൾ എന്ത് ചെയ്യണം? കക്കൂസിനെ രക്ഷപ്പെടണം. എന്നിട്ട് ഒരാഴ്ച പണിയെടുക്കണം. നമ്മൾ അല്ലാഹുവിനോട് വരവേൽപ്പിക്കുന്നതോടുകൂടി നമ്മളെ ദാരിദ്ര്യമൊക്കെ മാറി നമ്മളിങ്ങനെ ചിരിച്ച് അൽഹംദുലില്ലാഹ് ഞാൻ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, വളരെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് സഹിക്കാൻ അവൻ തയ്യാറാണ്. ലവ്വാമത്തായ നഫ്സാകാൻ പാടില്ല. കുറ്റപ്പെടുത്തുന്ന മനസ്സാകാൻ പാടില്ല. മനസ്സ് കുറ്റപ്പെടുത്താൻ പാടില്ല. അതാണ് സംഭവിച്ചു. എന്നാലും അൽഹംദുലില്ലാഹ് രക്ഷപ്പെടുത്തി, റബ്ബിനെ രക്ഷപ്പെടുത്തി. ഞാൻ അവസാനിപ്പിക്കണം. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഈ റബ്ബ് എന്ന കൺസെപ്റ്റ് ഖൽബിനുള്ളിൽ, അള്ളാഹു റബ്ബും അള്ളാഹു പുറത്തും റബ്ബകത്വമാണ്. ഇവ പറഞ്ഞ വർത്തമാനമാണ് വർത്താനം. അള്ളാഹു പുറത്താ, റബ്ബകത്ത. അള്ളാഹു എന്നത് നിങ്ങൾ പുറത്തുള്ള ഒരാളെ പേരാ, റബ്ബ് എന്നത് നിങ്ങളുമായി തൊട്ട ഒരാളെ പേര്. അള്ളാഹു പുറത്തും റബ്ബകത്വ. അതുകൊണ്ടാണ് റബ്ബ് 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 എന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞത് അലസ്തു ബി ഇലാഹിക്കും എന്നല്ല, അലസ്തു ബി റബ്ബിക്കും. റബ്ബ് പുറത്ത, റബ്ബകത്ത പുറത്ത. അള്ളാഹു അവൻ അള്ളാഹുവാണ്. റബ്ബ് എന്നാൽ നമ്മെ സംരക്ഷിക്കുന്നവനാണ്. നമ്മളെ മരുമകൻ ഒരു ചെറുപ്പക്കാരനെ കൂട്ടി വന്നാൽ അവർ നമ്മൾ സംസാരിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ? ചെറുപ്പക്കാരനെ പറഞ്ഞു വിടാം, അല്ലെങ്കിൽ അവൻ അവിടെ തന്നെ ഇരുത്താം. മരുമോനെ കസേരയിൽ നിന്ന് അവിടെ നിന്ന് എണീപ്പിച്ചിരും. മരുമോൻ ചിലപ്പോൾ അവിടെ ഇരിക്കൂല, നല്ല മരുമോനും അല്ല. മരുമോൻ വന്നപ്പോൾ തന്നെ പുതിയ ചെങ്ങായിൻ്റെ ഒപ്പം പുറത്തെ കസേരയിൽ ഇരുന്നാൽ നമ്മളും ഓൻ തമ്മിൽ പ്രശ്നമുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓൻ എന്ത് പറയണം? ഇവിടെ ഇരിക്കട്ടോ, മാറ്റിക്കോണം. കാരണം ഓൻ അകത്താള, മറ്റും പുറത്താ. അള്ളാഹു റബ്ബ് എന്ന് വ്യത്യാസമുണ്ട്. അള്ളാഹു സമുന്നതനാണ്, പക്ഷെ അവനാ റബ്ബോ, അവൻ തന്നെയാണ് റബ്ബ്. പക്ഷെ അള്ളാഹുവിനെ നമ്മൾ റബ്ബിലൂടെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അള്ളാഹുയെ തന്നെ നിൽക്കും. റബ്ബിലൂടെ അള്ളാഹിനെ മനസ്സിലാക്കിയാൽ അള്ളാഹു അകത്തേക്ക് വരും. റബ്ബിലൂടെ അല്ലാതെ മനസ്സിലാക്കിയാലോ, റബ്ബിനെ മനസ്സിലാക്കിയില്ലെങ്കിലോ അള്ളാഹു അകത്തേക്ക് വരും. റബ്ബ് എന്നാൽ എന്നെ സംരക്ഷിക്കണവൻ. അള്ളാഹു എന്നാൽ അള്ളാഹു, എല്ലാവരും ആരാധിക്കേണ്ടവനാണ്. ആര്? അള്ളാഹു. റബ്ബോ എന്നെ സംരക്ഷിക്കും. എന്റെ ആള് അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങൾ റബ്ബല്ലേ. അള്ളാഹു നമ്മുടെ റബ്ബ. ഈ ഒരു ചിന്ത ഖൽബിനുള്ളിൽ. അതുകൊണ്ടാണ് റബ്ബുക്കും റബ്ബുക്കും വൽ അവ്വലീനല്ല, റബ്ബുക്കും റബ്ബു അബായിക്കുമുൽ അവ്വലീൻ. നിങ്ങളുടെയും മുൻഗാമികളുടെയും റബ്ബ് എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. റബ്ബ് വീണ്ടും ആവർത്തിച്ചു. റബ്ബുക്കും റബ്ബു. ഇത്ര ആവർത്തിക്കണ്ടല്ലോ, പക്ഷെ ആവർത്തിച്ചു. എന്തുകൊണ്ട്? റബ്ബ് എന്ന വാക്കിന് അത്ര വലിയ റബ്ബ് ഏറ്റെടുത്ത ഒന്നും സംഭവിക്കും. ഒരാള് എന്ത് ചെയ്തു? ഒരാള് ഒരു വലിയ വാഹനം വാങ്ങി. അള്ളാഹു സംരക്ഷിച്ചു. ആ വാഹനത്തിൽ പുതിയത് വാങ്ങിയിട്ട് 25 കൊല്ലം സഞ്ചരിച്ചു. പഴയ കാലത്ത് എന്താ പറയാ, കോണ്ടസ കാർ. 25 കൊല്ലം ആ കാറിൽ നടന്നാലും അതിനൊന്ന് ചാരൂല. അത് ഡ്രൈവറെ കഴിവല്ല, അള്ളാഹുവിന്റെ സംരക്ഷണം. മറ്റ് ഷോറൂമിൽ നിന്നൊരു ബൈക്ക് വാങ്ങി വരുമ്പോൾ ആദ്യം തന്നെ ഊത്തും. ബൈക്ക് എങ്ങനെയും വെട്ടിച്ചു പോകാം. എന്തുകൊണ്ട്? ഒന്ന് അള്ളാഹു ഹൈഫുൾ ചെയ്തു, മറ്റല്ലാഹു ഹൈഫുൾ ഏറ്റെടുത്തു. ഏറ്റവും വലിയ സംരക്ഷകൻ അള്ളാഹുവാണ്. ഏറ്റവും കരുണയുള്ളവനും അള്ളാഹുവാണ്. പേടിക്കണ്ട, ഒന്നും സംഭവിക്കൂല. എന്ത് സംഭവിക്കാന്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തി. നമ്മൾ കർമ്മം ചെയ്യേണ്ടതല്ല, കർമ്മം ചെയ്തു. ചിലപ്പോൾ കർമ്മം ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിട്ട്
ഈ കർമ്മം ചെയ്യാൻ കഴിഞ്ഞില്ല, എന്നാലും അള്ളാഹു തആല കാര്യം നടത്തി തരും. അള്ളാഹു എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും. അവൻ യോഗ്യനാ. അവൻ എന്തും. ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ ചാട്ടവാർ വീണാൽ പോലും ഒരാളോട് സഹായം അഭ്യർത്ഥിക്കാത്തവരാണ് മുഅ്മിനീൻ. അവരെണീറ്റു ആ ചാട്ടവാർ എടുത്തുണ്ടെന്നറിയില്ല. എന്തുകൊണ്ട്? എൻ്റെ ഒരു വീഴ്ച കാരണം റബ്ബിൻ്റെ ഒരു ശിക്ഷ ഇല്ലെങ്കിൽ എനിക്കത് വീഴൂല. അതുകൊണ്ട് ആ ശിക്ഷ ഞാൻ അനുഭവിക്കണം. ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ ചാട്ടവാർ താഴെ ഇരിക്കും, വീണിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കുന്നുള്ള ആ ചാട്ടവാറിൻ്റെ എടുക്കുന്ന മുഅ്മിനീങ്ങൾ പറയില്ല. അവരെന്ത് ചെയ്യും? ഒട്ടകപ്പുറത്തിന് ചാട്ടവാർ. എന്തുകൊണ്ട്? എൻ്റെ ഒരു വീഴ്ചയാണ്, എൻ്റെ വീഴ്ച കൊണ്ട് റബ്ബിനെ തിരിച്ചാണ്, എൻ്റെ അടുത്ത് അപകടമുണ്ട്. ചിലപ്പോൾ ആ കുതിരപ്പുറത്ത് കയറി ആ ഒട്ടകപ്പുറത്ത് കയറിയാൽ മറ്റൊരു ഗർവുണ്ടായിട്ടുണ്ടാവും, അഹങ്കാരം. താഴത്തിറക്കുന്നു കൂടി ആ ഒട്ടകപ്പുറത്തേക്ക് കയറിയപ്പോൾ അഹങ്കാരം ഉണ്ടായി, ഇപ്പൊ താഴത്തിറക്കും. എന്തിന്? അഹങ്കാരം നീക്കിപ്പോണം. ചിലര് അഹങ്കാരം അല്ലാഹു തആല അപ്പൊ കളയില്ല. എന്തുകൊണ്ട്? അവൻ അഹങ്കാരിയാണ്, അവൻ നല്ലോനാണ്. സെക്കൻഡിലുണ്ട് അഹങ്കാരാണ്. ചില സമയത്ത് അഹങ്കാരത്തെ നീക്കിക്കളയാനുള്ള പണി അള്ളാഹു എടുക്കും. ഇപ്പൊ അഹങ്കാരം നീക്കിപ്പോയി താഴത്തിറങ്ങി. ചിലപ്പോൾ അപ്പുറത്ത് അത്താണിമല ഇരുന്ന് രണ്ടാൾ ഒട്ടപ്പുറത്ത് കയറുന്നത് രണ്ടാള് അപ്പുറത്ത് കണ്ടിരിക്കുന്നുണ്ടാവും. അവൻ വലിയ ആളായി വന്നിട്ട് ഒട്ടകത്തിന്റെ കാൽച്ചവിട്ടിയില്ലാണ്ട് കാൽച്ചവിട്ടി നേരെ ആളായി പുറത്തുണ്ടിരുന്ന് വലിയ ആളായി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊഞ്ഞാടി ചാട്ടമാർ. അപ്പൊ താഴത്തിറങ്ങിയപ്പോൾ അത്താണി പുറത്തിരിക്കൊണ്ട് ചിരിച്ചു. എന്റെ ചുരുക്കിലാ മുതലാളി കയറിയത്, ഇറങ്ങിയല്ലോ. ഇവനെ കളിയാക്കി. ഇവൻ താഴത്തിറങ്ങിയോണ്ട് ആ കളിയാക്കൽ അവൻ നേരിട്ടു. എന്തുകൊണ്ട്? അവൻ താഴത്തിറങ്ങേണ്ടതുണ്ട്. ആന ഒട്ടപ്പുറത്ത് കയറിയപ്പോൾ ഒരു അഹങ്കാരം ഉണ്ടായി. ആ അഹങ്കാരത്തെ അള്ളാഹു വേഗം നീക്കം ചെയ്തു. എന്തുകൊണ്ട്? ഇവൻ നല്ലോനാണ്. ചിലപ്പോൾ അഹങ്കാരത്തെ അള്ളാഹു നീക്കം ചെയ്യൂല. എന്തുകൊണ്ട്? അവൻ അള്ളാഹു ഏൽപ്പിച്ചവനുമല്ല, അവൻ നല്ലവനുമല്ല. അവൻ അങ്ങനെ പോകും. അവരവരുടെ വഴികേടിൽ നീണ്ടുപോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചില ആളുകളുടെ വഴികേടിൽ അവർ നീണ്ടുപോകും. അവരെ അള്ളാഹു തആല ഓർമ്മപ്പെടുത്താൻ വഴി ഉണ്ടാക്കൂല. അത് ശിക്ഷയാണ്. ഇതങ്ങനെയല്ല, ഇത് തൽക്കാലം കഴിഞ്ഞാൽ ശിക്ഷയാണ്. അള്ളാഹു റബ്ബാണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആർക്കും വഴിപ്പെടണ്ട, ആർക്കല്ലാതെ. ഒരാൾക്കും വഴിപ്പെടണ്ട. ഒരാൾക്കും നമുക്ക് ഒന്നും ചെയ്തു തരാൻ കഴിയൂല. ഒരാൾക്കും ഞാൻ അവസാനിപ്പിക്കാം, ഒരാൾക്കും ചെയ്യാൻ കഴിയും, ഒന്നും കഴിയില്ല. അവനെങ്ങനെ ആയതുകൊണ്ടാണ്, ഇവനെങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറയട്ട. ഒരു ന്യായങ്ങളാണ്. മംഗലാപുരത്ത് ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചുപോയ എൻ്റെ ഒരു സ്നേഹിതൻ, മംഗലാപുരം എയർപോർട്ടിൽ ഫ്ലൈറ്റ് അപകടം, ഓർമ്മയില്ല എൻ്റെ സംഭവം. അങ്ങനെ സംഭവത്തിൽ കുറച്ചാൾ രക്ഷപ്പെട്ടു. നമ്മുടെ സ്നേഹിതൻ മരിച്ചു. ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് അളിയന് ഫോൺ ചെയ്തിട്ടുണ്ട്. എനിക്കെൻ്റെ അളിയാ, ഈ ഒരു ഫ്ലൈറ്റ് അത്ര സുഖം പോരുന്ന് തോന്നുന്നില്ല, ഞാൻ ഇറങ്ങിപ്പോന്നാലും തോന്നുകയാണ് എനിക്ക് എന്ന് ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് 7ാം നമ്പർ സീറ്റിൽ ഇരുന്നിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട്. ആ സീറ്റ് നമ്പറൊക്കെ എപ്പോഴും എനിക്കറിയാം. കാരണം എന്താണെങ്കിലും ഫ്രണ്ട് ഭാഗത്തുള്ളവരാ പൊട്ടിയത്, അവർക്കാണ് അപകടം സംഭവിച്ചത്. ബേക്കിൽ രക്ഷപ്പെട്ടു. ഈ സീറ്റ് ചോദിച്ചു വാങ്ങിയതാണ് ഫ്രണ്ടിൽ, കാരണം കുൽക്കറിയില്ല ഫ്രണ്ടിലെ സീറ്റ്. അപ്പോൾ അളിയനെ വിളിച്ചു, ഫ്ലൈറ്റിൽ ഇരുന്നതിന് ശേഷം വിളിച്ചു. എനിക്ക് എന്താ അളിയ, ഈ ഫ്ലൈറ്റ് യാത്ര അത്ര സുഖം പോരുന്നില്ല, തോന്നുന്നില്ല, ഞാൻ ഇറങ്ങാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അളിയൻ പറഞ്ഞു, ആരല്ലേ തോന്നുന്നു, ബേജാറാണ്ട. ഇത് ഈ സംഭവം കുടുംബം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി, എന്നൊക്കെ വിളിച്ചുകൂടായിരുന്നു, എന്നുവെച്ചാൽ പോരെന്ന് പറഞ്ഞുകൂടായിരുന്നു. നമ്മൾ ചില പൊട്ടത്തരം നമ്മളും പറയുമല്ലോ, അങ്ങനെ പറയാൻ പറ്റുമോ? അത് നടക്കുമോ? എന്തുകൊണ്ട്? തക്തീറാണ്, നടന്നേ തീരൂ. മോമിനാണെങ്കിൽ പേടിക്കണ്ട, ഇതേ നല്ല മനുഷ്യനാണ്, അള്ളാഹുവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. മോമിൻ നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ അള്ളാഹിന്റെ ഹളറത്തിലെത്തുക. പിന്നെന്തിനാ പേടി? അവൻ റബ്ബാണ്. ഇനി ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഹൈറുണ്ടാവില്ല. ഈ ദുനിയാവിൽ നടന്നിട്ടുള്ള തിന്മകളിൽ ഒരു ന്യായവുമില്ലാത്തൊരു തിന്മ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന്റെ രൂപീകരണമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ് ഞാൻ. പാകിസ്ഥാൻ ഒരു ദുരന്തമാണ്, ഒരു കുരുത്തക്കട. ഇന്ത്യയിൽ നിന്ന് വെട്ടിമാറ്റിയപ്പോൾ ഉണ്ടായ ഒരു കുരുത്തക്കട ഇന്നും അത് അനുഭവിച്ചു. ലോകത്തിന് ഏറ്റവും കുരുത്തം രാജ്യം പാകിസ്ഥാൻ. 1000കണക്കിന് രൂപയാണ് കഴിഞ്ഞ ആഴ്ച 1 കിലോ ആയിരിക്കുമല്ല തകർന്നരിപ്പണായി. 1960കളിൽ ലോകത്ത് ഇന്ത്യയേക്കാൾ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാൻ. തകർന്നേ. ഈ ലോകത്ത് പാകിസ്ഥാനും ഇന്ത്യയും ഒന്നിച്ച് നിൽക്കുകയാണ്. ഈ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യം അമേരിക്കയില്ല, ഇന്ത്യയിൽ. അബദ്ധമാണ്, കൊല്ലാൻ പറ്റും. ചെയ്ത ആളുകളൊക്കെ വൻ ദുരന്താണ്. അവരെ കുറ്റം പറയുന്നില്ല, പക്ഷേ ചിന്താപരമായ അപക്വതയാണ്. അമൃത്സറിൽ ഒരാഴ്ച 4 മാസത്തിലേറെ താമസിപ്പിച്ചു ഹജ്ജിന് നടന്നു വന്നൊരു മനുഷ്യൻ. 4 മാസത്തിലേറെ വിസ കൊടുത്തില്ല. എന്തുകൊണ്ട് വിസ കൊടുക്കൂല? ഹജ്ജിന് പോകുന്നതിനൊക്കെ എതിരായിട്ടല്ല, അവരുടെ രാജ്യത്തൊരാൾ പ്രവേശിച്ചാൽ ആ വ്യക്തി തിരിച്ചു പോകുന്നില്ല, അവർക്ക് വിശ്വാസമില്ല.
കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരവാദം നടക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അങ്ങനെ അവസാനം പല സമ്മർദ്ദവും കാരണം അവസാനം എന്ത് ചെയ്തു? വാഗ അതിർത്തിയിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തു. മണിക്കൂറുകൾ കൊണ്ട് നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടിട്ട് ഇറാനിലേക്ക് കയറ്റി. എന്തുകൊണ്ട്? അപ്പോൾ പോലീസ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ രാജ്യത്തെ സുരക്ഷതയിൽ ഞങ്ങൾക്ക് വിശ്വാസം. പിന്നെ എന്തിനാ രാജ്യം? എന്തിനാണ് രാജ്യം? ഹജ്ജിന് പോകുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഹജ്ജിന് നടന്നു പോകാൻ പാടില്ല എന്ന് അവർക്കുണ്ടോ? അതൊന്നുമില്ല. അങ്ങനെ അതിർത്തിയിലൊന്നും കൊടുക്കാതിരിക്കല്ലേ ഉണ്ട്. എന്താ പ്രശ്നം? പ്രശ്നം അവരുടെ രാജ്യത്തിന്റെ ടെററിസം. ജുമായിലാണ്, ജുമാ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 33 ആളുകൾ ബോംബ് ബ്ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച. ഈ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ദുരന്തമാണ്. ആരും പാകിസ്ഥാന് വേണ്ടി വാദിക്കരുത്. പാകിസ്ഥാൻ ഒരു ദുരന്തമാണ്. പാകിസ്ഥാൻ കുരുത്തക്കടാണ്. അതേ സമയത്ത് ആദമിറങ്ങിയ മണ്ണാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിൽ അഭിമാനിക്കും. BJP ഭരിക്കുന്ന രാജ്യം പോലും എന്ത് ചെയ്തു? പൊന്നുപോലെ വാഗ അതിർത്തിയിലെത്തിച്ചു. എന്തേ ഇല്ലേ? ഭീകരവാദികൾക്ക് കൂട്ടുനിൽക്കരുത്. ഈ ലോകത്തെ ഏറ്റവും നല്ല രാജ്യം ഇന്നും ഇന്ത്യ. 10 കൊല്ലത്തിലേറെയായി BJP ഭരിക്കുന്ന രാജ്യത്തിന്റെ മര്യാദ പാകിസ്ഥാന് കാട്ടാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാന് നിയമറിയാത്തോണ്ടല്ല പാകിസ്ഥാന്റെ പ്രശ്നം. പാകിസ്ഥാന് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിൽ ഉറപ്പില്ല, വിശ്വാസമില്ല. ജബർദസ്തി. ഒരു പൊന്നുമോൻ നടക്ക അള്ളാഹുവിന്റെ വീട്ടിലേക്ക് നടക്കരുതെന്നുണ്ടോ? ഇല്ല. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ എത്ര ആളുകൾ നടന്ന് ഹജ്ജിന് പോയിട്ടുണ്ട് ചരിത്രത്തിൽ പാകിസ്ഥാനിൽ. പക്ഷേ ഇപ്പോൾ വാഗ അതിർത്തി തുറന്നു കൊടുത്തു. ജബർദസ്തി പിടിച്ച് കൊണ്ടുപോയി എയർപോർട്ടിൽ കൊണ്ടുപോയി കയറ്റിട്ടു ഇറാനിലേക്ക്. എന്തു പറഞ്ഞു? നിങ്ങളുടെ സുരക്ഷിതത്തിൽ ഞങ്ങൾക്ക് വിശ്വാസം. എന്തുകൊണ്ട്? ലോകത്തെ ഏറ്റവും വലിയ ടെററിസ്റ്റുകളുടെ താവളമാണ് വഹാബിസം. ആ രാജ്യത്തെ നശിപ്പിച്ചു. വഹാബിസം ഭീകരവാദം. എന്താ കാരണം? കാരണം എന്താ? സുൽഫിക്കർ അലി ഭൂട്ടോക്ക് ശേഷം ആ രാജ്യത്തെ നിയന്ത്രിച്ച് സൗദി അറേബ്യ ഭീകരവാദികൾക്കെല്ലാം സൗകര്യം ചെയ്തു. എന്ന് സ്വന്തം സുരക്ഷിതത്വത്തിൽ വിശ്വാസമില്ലാത്ത രാജ്യമാണ്. ദുരന്തം. ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം. ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്നുവെങ്കിൽ ലോകം മുഴുവനും ഇന്ത്യ നിയന്ത്രിക്കും. അത് ബ്രിട്ടീഷുകാരുടെ ചതിയൻ ബുദ്ധിയുമാണ്, ചില ആളുകളുടെ അപക്വമായ തീരുമാനവുമാണ്. വർഗീയവാദികൾ രണ്ടു ഭാഗത്തും പണിയെടുത്തിട്ടുണ്ട്, എല്ലാവരും പണിയെടുത്തു. പക്ഷേ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതുകൊണ്ടായിരുന്നു ഇന്ത്യ പാക്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞാനിത് പറയാനുള്ള കാരണം എന്താ? സംഭവിക്കണം എന്നത് ഒരു തീരുമാനമാണ്. സംഭവിച്ചോ? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തിന്? ഇന്ന് ഈ 2 രാജ്യങ്ങളും അവരുടെ രാജ്യത്തിന്റെ 65% പ്രതിരോധത്തിന് ചെലവാക്കുക. ഈ 2 രാജ്യവും പാകിസ്ഥാൻ തകർന്നു തരിപ്പണായി. ഇത് രണ്ടിനുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കണ ഈ അമേരിക്കയും വിട്ടനും 2 ആയുധം കൊണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കുക. ബാക്കിയൊക്കെ ഇല്ലാതിന് വിടുക. നമ്മൾ തെറ്റിക്കരുത്. നമ്മൾ അപക്വമായ തീരുമാനങ്ങൾ എടുക്കരുത്. ഭീകരവാദത്തെ പ്രയോഗവൽക്കരിക്കരുത്. ഭീകരവാദത്തെ പ്രയോഗവൽക്കരിക്കാൻ പാടില്ല. അമേത്യം എന്ന് പറഞ്ഞ സാധനം അത് അമേറ്റിന്റെ തന്നെയാണ്. അതിന് ലാമിനേഷൻ ചെയ്തതുകൊണ്ട് അത് നന്നാവില്ല. ഭീകരവാദം വലിയ സമ്മേളനം നടത്തിയതുകൊണ്ട് അത് ലോകത്തെ ജനകീയമാകാൻ പറ്റൂല. അത് ജനകീയമാവില്ല. ഭീകരവാദികൾ സമ്മേളനം നടത്തുന്നുണ്ട്, അതിലേക്ക് ആളുകൾ ക്ഷണിക്കുന്നുണ്ട്, MLA-മാരടക്കമുള്ള ആളുകൾ. ഇന്നുണ്ട് സമ്മേളനം. അത് ഭീകരവാദമാണ്. ഭീകരവാദത്തെ തിരിയണമെങ്കിൽ ഭീകരവാദം എന്റെ ചരിത്രത്തിൽ എന്താണ്? അത് ഏറ്റവും വലിയ തിന്മയാണ്. അത് ഏറ്റവും വലിയ തിന്മയാണ്. മനുഷ്യ സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചത് ഭീകരവാദം. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് ഇസ്ലാമിന്റെ മുഖമല്ല. ഇസ്ലാമിന്റെ തനതായ ശൈലിയിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്ന വിസ്ഡം ഗ്രൂപ്പിന്റെ സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും എന്നാണ് ഒരു MLA പറയുന്നത്. ഇസ്ലാമിന്റെ തനതായ ശൈലിയിൽ. എന്താണ് ഈ തനതായ ശൈലി? ഇസ്ലാമിന്റെ തനതായ ശൈലി എന്താ? ഭീകരവാദം. എങ്ങനെ ഇസ്ലാമിന്റെ തനതായ ശൈലി ഭീകരവാദം? ലോകത്തെ ഏറ്റവും വലിയ സമാധാനം ഇസ്ലാമാണ്. ഒരിക്കൽ ഉസ്മാനി ഖിലാഫത്തിന്റെ കീഴിലുള്ള ഒരു ജൂതൻ യൂറോപ്പിലേക്ക് കത്തെഴുതി. ഒരു ജൂതൻ കത്തെഴുതുക. എന്താ കത്തിലുള്ളത്? ഇങ്ങോട്ട് പോകും. ഇവിടെ എല്ലാവർക്കും ആദരവുള്ള രാജ്യമാണ്. ജൂതൻ കത്തെഴുതുക. ലോക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് ഇസ്ലാമിന്റെ വിരിമാറിൽ ഒരു ചതിയിലൂടെ ഒരു രാജ്യം ഉണ്ടാക്കി. ലോക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജൂതന്മാരെ ആക്രമിക്കാത്തൊരു സമുദായം ഉണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. ഒരിക്കലും ഇല്ല, ചരിത്രത്തിലില്ല. ക്രിസ്ത്യാനികളെ ആക്രമിക്കാത്തൊരു സമുദായം ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾ മാത്രം. ഒരിക്കലും ഇല്ല, ചരിത്രത്തിലില്ല. ഏതെങ്കിലും രാജാക്കന്മാർ ആ രാജാക്കന്മാരുടെ ചില താല്പര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും വിഡ്ഢിത്തരം ചെയ്തോ ഇല്ല, അതൊക്കെ ഒറ്റപ്പെട്ട കേസുകളാണ്. ഒരു സമുദായം എന്ന നിലയിൽ ഒരു പണ്ഡിതൻ ഫത്വ കൊടുത്ത് ഒരു കാര്യം ചെയ്തിട്ടില്ല. ചരിത്രത്തിലില്ല, ചരിത്രത്തിൽ അങ്ങ് ചെയ്യൂല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട്? ഒരിക്കലും അന്യ സമുദായക്കാരനെ വേദനിപ്പിച്ച് ഇസ്ലാം ഉണ്ടാവില്ല. ഇസ്ലാമിനെ ഈ ലോകത്തെല്ലാവരും മുസ്ലിം ആകണമെന്നൊരു നിർബന്ധമില്ല.
എല്ലാവരും അഹ്റാറ, സ്വതന്ത്രരാണ്. ഒരു നാട് പിടിച്ചടക്കിയപ്പോൾ ചില്ലറ വർഷങ്ങൾ കൊണ്ട് ചില മതങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ചില്ലറ വർഷങ്ങൾ കൊണ്ട് കോടിക്കണക്കായ ആളുകളെ മതം മാറ്റിയത് ചില ആളുകൾ. അതേ സമയത്ത് ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു മതം മാറ്റ പ്രവർത്തനം മുസ്ലിമീങ്ങൾ നടത്തിയതായി ചരിത്രത്തിൽ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. മക്കായിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് എന്താ പറഞ്ഞേ? നിങ്ങൾ ഒരാളവിടെ കാണാൻ പാടില്ല, മുസ്ലിമായിട്ട് ഇപ്പൊ കൊന്നുകളയും, ഇപ്പൊ എന്റെ കയ്യിലാന്നല്ല, ഇത് പോയിക്കോളും, ഞാൻ നിങ്ങളെ മോചിപ്പിച്ചു, ഒന്നും വേണ്ട. അതായത് നിങ്ങൾ മുസ്ലിമാകണം എന്നെനിക്ക് വാശിയില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആവൂല്ല. നിങ്ങൾ നിങ്ങളെ മനസ്സിനെ അള്ളാഹുവിന് കൊടുത്താൽ മാത്രമേ മുസ്ലിമാവൂ. വിമോചിത ജനത എന്നാണ് മക്കാരുടെ പേര്. ഇത് എന്തുകൊണ്ട് മക്കായിലാവണം? മക്കായിൽ നിങ്ങൾ വീട്ടിലേക്ക് തിരിഞ്ഞു പോയിക്കോളൂ. എന്ത് പറയാ? മുസ്ലിം ആവണില്ലേ, വീടും പൊളിച്ച് പോയിക്കോളണം. അതല്ല, ഇത് നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ. മക്കയിലേക്ക് വരുന്ന നേരത്തെ സൈന്യവും നബിയും വരുന്ന സമയത്ത് എന്താ പറഞ്ഞത്? എന്താ എല്ലാവരും വിളിച്ചു പറയാണ് അബൂ സുഫിയാനാണ്. എന്താ വിളിച്ചു പറയുന്നത്? അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് കയറിയവൻ കുഴപ്പമില്ല. എന്തുകൊണ്ട്? അബൂ സുഫിയാൻ അവരെ കൂട്ടത്തിൽ തന്നെ തിരിച്ചറിയപ്പെടുന്ന ഒരാൾ. സ്വന്തം വീട്ടിൽ വാതിലടച്ചിരിക്കും കുഴപ്പമില്ല, കാബാലയത്തിൽ വന്നു കുഴപ്പമില്ല. ഇതിന്റെ അർത്ഥം എന്താ? ഒരു സിവിലിയനും കൊല ചെയ്യപ്പെടരുത്. ആക്രമിക്കാൻ വന്നവൻ മാത്രമേ പ്രശ്നമുള്ളൂ. എല്ലാവരും വീട്ടിലേക്ക് പോയിക്കൊള്ളണം. കാരണം ഒരു സൈന്യം കയറുമ്പോൾ 10,000 ആളുകളുണ്ട്. എന്തെങ്കിലും അബദ്ധത്തിൽ പറ്റിപ്പോയാൽ ഒരു അമുസ്ലിമിന് വേദനിക്കും. എന്താ പറയേണ്ടത്? അങ്ങാടിയിൽ നല്ല ആളുണ്ടാവുന്ന സേന വെട്ടിക്കൊള്ളി പോയിട്ട് അങ്ങനെയല്ലേ പറയേണ്ടത്? ഇത് പറയാൻ ഒരു സ്വഹാബിയെ പറഞ്ഞയച്ചില്ല, പറഞ്ഞയച്ചത് അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ അബൂ സുഫിയാൻ. ആക്ഷേപിക്കാൻ എളുപ്പ ഒരു മനുഷ്യനെ, ആ മനുഷ്യനെ പൊട്ടിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫയെ ആക്ഷേപിക്കാൻ ആരടാ യോഗ്യൻ ഈ ലോകത്ത്? ചരിത്രത്തിൽ ആരുണ്ടായത്? ചരിത്രത്തിൽ ആരാ ഉണ്ടായത്? ഒരു മനുഷ്യ മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്താ പറയേണ്ടത്? കേറിക്കോ, വെട്ടിക്കോ, എല്ലാത്തിനെയും. ആൾ ഊരി പിടിക്കരുത്, ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെ ആക്രമിക്കരുത്. 10,000 ആളുകൾ ഒന്നിച്ച് കയറുക മക്കയിലേക്ക്. കണ്ടൊക്കെ വെട്ടിക്കോന്നല്ലേ പറയേണ്ടത്? അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ എളുപ്പം കാലത്ത് പറഞ്ഞയച്ചു. അവര് ഏതോ ആളുമല്ല, അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ പറഞ്ഞാൽ ആരും ഒഴിപ്പെടും. എന്നോട് തീരുമാനം ഉണ്ടാക്കിയത് ഒന്നിരിക്കൽ സ്വന്തം വീട്ടിൽ അതിലടിച്ചിരിക്കും. അല്ലെങ്കിൽ അബൂ സുഫിയാൻ നേതാവല്ലേ, ആ വീട്ടിൽ എത്തിച്ചേരും. അല്ലെങ്കിൽ കഅബാലയത്തിന് മുറ്റത്ത് ആരും ഒന്നും ചെയ്യില്ലല്ലോ. മറ്റൊരു സ്ഥലത്ത് ആളുകൾ ഉണ്ടാകരുത്, കാരണം എന്റെ സൈന്യം കയറാൻ പോവാണ്. ഈ ആൾ പാറപ്പുറത്ത് കയറി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, വീതിൽ മുഹമ്മദിന്റെ പട്ടാളം വരുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിരിക്കൽ വീട്ടിൽ അടച്ചിരിക്കുക, അല്ലെങ്കിൽ കഅബാലയത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരും, അല്ലെങ്കിലോ എന്റെ വീട്ടിൽ വരും. ഇതാരാ വിളിച്ചു പറയുന്നത്? ഒരു 10 ആള് വാള് ചോദിച്ചില്ലല്ല, പുറത്തിറങ്ങിയ കരുതി അല്ല. ആരെ പറഞ്ഞയച്ചത്? അവരുടെ നേതാവിന്. ഇതാണ് മുഹമ്മദ്. പകരം ഒരാളെ പറ. നിങ്ങൾ കുറ്റുണ്ടാക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് സെക്യുലറിസ്റ്റുകൾ. നിങ്ങൾ യോഗ്യനാരട മുഹമ്മദ് മുസ്തഫയുടെ പേരിൽ പറയാൻ? നിങ്ങളൊക്കെ ചരിത്രത്തിന് കെട്ടനഴിച്ചാൽ കുടുങ്ങും. ചില ചരിത്രങ്ങൾ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, എനിക്കറിയും. ഞാൻ പറയാത്തത് ഇത് പറയുന്നത് പല ആളുകൾക്ക് വിഷമമുണ്ടാക്കും. ചരിത്രത്തിൽ സംഭവിച്ചു പോയ ഭീമമായ അബദ്ധങ്ങൾ, കരുതിക്കൂട്ടി ചെയ്ത ക്രൂരതകൾ. ഇത് മക്കായിൽ സ്വന്തം ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുഴൽമാല സ്വന്തം കഴുത്തിലിട്ട ആളുകളോട് പറഞ്ഞു. എന്ത് പറയായിരുന്നു? ഒയ്യടാ വിട്ടടാ, അവരൊക്കെ എന്നോട് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? ചെലി വെട്ടി പൊളിക്കടാ എല്ലാത്തിനെയും. ഇങ്ങനെ പറഞ്ഞൂടെ പുണ്യ റസൂലിന്? പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല പുണ്യ റസൂൽ. എന്നിട്ട് നേരെ കഅബാലയത്തിലേക്ക് വന്നു. എന്നിട്ട് അവിടെ കൂടിയ ആളുകൾ പൊയ്ക്കോളൂ, നിങ്ങൾ വിമോചിതരാ പ്രഖ്യാപിച്ചു. 10,000 ആളുകൾ കേൾക്കെ ഇവർ വിമോചിതരാണ്, ഇവരെ തൊട്ടുപോകരുത് പറഞ്ഞില്ലേ? അതായത് തന്റെ ശത്രുവിന്റെ ചോര പോലും അക്കാരണമായി ഭൂമിയിൽ വീഴരുത്, കാരണം ഉണ്ടാക്കരുത്. പരമാവധി ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാർ കൊന്നിട്ട് 3 ദിവസം കഴിഞ്ഞ മയ്യത്തെടുത്ത് ആ 3 ദിവസം ബലാത്സംഗം ചെയ്തു. എവിടെ? മൈസൂർ. രാജ്യത്തിന് വേണ്ടിയുള്ള തീരദേശ ബലാത്സംഗം ചെയ്തു. പെൺകുട്ടികൾ, പെണ്ണുങ്ങളെ, സൈന്യം, അവരെന്നും യോഗ്യന്മാർ. ഏത് നാട്ടിലാണ് ബ്രിട്ടീഷ് പട്ടാളം കയറിയിട്ട് ബലാത്സംഗം ചെയ്യാത്ത? ആ ബ്രിട്ടൻ ഇന്നും സംപൂജ്യരാ. അവരുടെ മൂത്താപ്പയാ വാസ്കോഡിഗാമക്ക് വേണ്ടി സ്മാരകം തീർത്തവരാണ് നമ്മൾ. ഇന്ത്യയിൽ ഏതു ദേശത്താണ് ബ്രിട്ടീഷ് പട്ടാളം കയറിയിട്ട് 10,000 പെണ്ണുങ്ങളെ, ഹിന്ദു മുസ്ലിം ക്രൈസ്തവരെന്ന് ഒന്നും പരിഗണില്ല, 10,000 ഇന്ത്യൻ സഹോദരിമാരെ ബലാത്സംഗം ചെയ്യാത്ത ഒരു ചരിത്രം ബ്രിട്ടീഷ് പട്ടാളത്തിന് എന്നാ ഉള്ളത്? സൈന്യം കയറിപ്പോയപ്പോൾ ഒരു കൊട്ടാരം പിടിച്ചടക്കി.
കൊട്ടാരം പിടിച്ചടക്കിയപ്പോൾ കയറി വരുമ്പോൾ കാണുന്നത് സൈന്യത്തലവൻ രാജകുമാരിയെ കടന്നു പിടിക്കണതാ. ആര്? ടിപ്പു. പെൺകുട്ടിയുടെ കൈ വിടുക, കൈ വിട്ടില്ല. അവിടെ സെക്കൻഡ് ഷൂട്ട് ചെയ്തു. സൈന്യാധിപനെ കൊന്നു. ആര്? ടിപ്പു. ദേഷ്യപ്പെടാനും ചരിത്രം വളച്ചൊടിക്കാനും ഒരു ഉദാഹരണം പറ. ഹൈന്ദവനായ ഒരു രാജാവിന്റെ രാജ്യം കൊട്ടാരം പിടിച്ചടക്കി, അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും, സ്വാഭാവികം. പിന്നെ ടിപ്പു വരുമ്പോൾ കാണുന്നത് സുന്ദരിയായ രാജകുമാരിയുടെ കൈ പിടിച്ചിട്ടുണ്ട്. ആര്? സൈന്യാധിപൻ. കൈവിട്ടില്ല. അന്ന് ബാല്യക്കാരനാ ടിപ്പു. ഖലീഫ താനല്ല, രാജാവ് ബാപ്പയാണ്. ഹൈദരാലിനോട് ചോദിക്കാൻ പോലും നിന്നില്ല, ഷൂട്ട് ചെയ്തു. എന്തുകൊണ്ട്? ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കാൻ ഒരാൾക്ക് അധികാരമില്ല. രാജാവിന്റെ ആളാണെങ്കിൽ കണക്കാണ്, പാവപ്പെട്ട പെണ്ണാണ്, അബലയാണ്, ദുർബലയാണ്. എന്റെ അത് മുഹമ്മദിയത്ത ഉള്ളില്. മുഹമ്മദിയത്ത ലോക ചരിത്രത്തിൽ മുഹമ്മദിയത്തിന്റെ പട്ടാളോ രാജ്യത്ത് കയറിയിട്ട് സ്വഹാബികളോ തബഈങ്ങളോ ഒരു രാജ്യത്ത് ഒരു പെണ്ണിന് ബലാത്സംഗം ചെയ്ത ചരിത്രം കാണിക്കാൻ കഴിയും. ബ്രിട്ടീഷ് പട്ടാളം കയറിയിട്ട് നരനാടയാട്ട് നടത്തിയിട്ട് സ്വന്തം മാനം നഷ്ടപ്പെടുത്താത്ത ഒരു പെണ്ണ് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടില്ല. മുഹമ്മദ് തിരിച്ചു മടങ്ങണം. സല്ലല്ലാഹു അലൈഹി റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തിരിച്ചു വരണം. ഈ ലോകത്തുള്ളവരെല്ലാം മുസ്ലിങ്ങളാകണമെന്ന ഒരു തീരുമാനവും ഇസ്ലാമിനില്ല. അങ്ങനെ ആര് പറഞ്ഞാലും അവൻ ഭീകരവാദിയാണ്. ഇസ്ലാമിന് അങ്ങനെ ഒരു തീരുമാനമില്ല. ഇത് സ്വതന്ത്രമായ ഒരു ചിന്താധാരയാണ്. ആർക്കും സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. മനുഷ്യത്വം വേറെയാണ്. മനുഷ്യത്വത്തെ മറികടന്ന ഒന്നും ഇസ്ലാം അംഗീകരിക്കില്ല. ഒരു ഭീകരവാദിയെയും തൽക്കാലം വെള്ളപൂശരുത്. ഭീകരവാദികളെ വെള്ളപൂശിയാൽ അത് നിങ്ങളെ തന്നെ തകർത്ത് കളയും. ഞാൻ ഭയപ്പെടുകയാണ്. ഇത്തരം MLA-മാരുടെ വാക്കുകൾ ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് കളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്ക് 10 വാക്ക് മതിയാവും. പക്ഷെ നിങ്ങൾ ഇല്ലാതാൻ പാടില്ല. ഈ സമൂഹം നിലനിൽക്കണം. നന്മ നന്മയും തിന്മ തിന്മയും. ഭീകരവാദികളെ താലോലിക്കരുത്. ഭീകരവാദികൾ തന്നെയാണ്. ഭീകരവാദികളെ താലോലിച്ചാൽ സമൂഹം നഷ്ടപ്പെടും. ഭീകരവാദിക്ക് മനുഷ്യത്തല്ല, അവന് ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. ഭീകരവാദിയാണ്. അവരെ താലോലിക്കരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. ربنا عليك توكلنا واليك انبنا واليك المصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. ولا حول ولا قوة الا بالله العلي العظيم. اللهم امرتنا بدعائك ووعدتنا باجابتك. لقد دعوناك فاجبنا يا الله يا حي يا قيوم. اللهم أنت منتهى رجاء الراجين وغاية ملاذ اللاجين. فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين. وقد أتينا بابك يا الله بثنائك وثناء عبدك محمد فلا تردن أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين. الله ഞങ്ങൾ പോക്കുമൊക്കെ പുറത്തു കൊടുക്കണമേ റബ്ബേ. നിങ്ങൾക്ക് നീ ഖൈർ നൽകണമേ റബ്ബേ. ഞങ്ങളൊപ്പാനും ഉമ്മാനെയൊക്കെ നീ ഖൈറിന്റെ അയൽക്കാരാക്കണമേ റബ്ബേ. അള്ളാഹുവരെ ഖബർ നീ സന്തോഷത്തിലാക്കണമേ റബ്ബേ. ഞങ്ങളെ മക്കൾ നീ സ്വാലിഹാക്കണമേ റബ്ബേ. ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ ഏറ്റെടുത്ത് പരിഹരിച്ചണമേ റബ്ബേ. ഞങ്ങൾ തന്നെ നീ ഏറ്റെടുക്കണമേ റബ്ബേ. നീ ഏറ്റെടുക്കണമേ റബ്ബേ. നീ ഏറ്റെടുത്തവരിൽ തവല്ലനാ ഫീമൻ തവല്ലൈത്. നീ ഏറ്റെടുത്തവരിൽ ഞങ്ങൾ നീ ഏറ്റെടുക്കണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ.